സ്റ്റോറിലാണുള്ളത്. നല്ല അടിപൊളി പണി കിട്ടുക. ഇഷ്ടപ്പെട്ട? എക്സ്പെക്ട് ചെയ്തില്ല. ഹായ് ഗൈസ്, ഞങ്ങളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നോർമലി ഞാൻ അത്യാവശ്യം സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കണതാണ്. പക്ഷെ ഇത്തവണ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി മിനിമലായിട്ട് പോകും എന്ന്. ഇന്ന് ഒരുപാട് ആശ്വാസ കാര്യങ്ങളൊന്നുമില്ല. ഡ്യൂട്ടിക്ക് പോവാണ്, തിരിച്ചു വരും, ഒരു ഡിന്നർ, അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പൊ എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം. ബൈ. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ 4th ഇയർ ആനിവേഴ്സറി വ്ളോഗാണ്. അപ്പം നമുക്ക് നമ്മുടെ ആനിവേഴ്സറി വ്ളോഗ് അല്ലെങ്കിൽ ഈ ആനിവേഴ്സറി വ്ളോഗിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ആനിവേഴ്സറി ഡേ നമ്മൾ എന്തൊക്കെ ചെയ്തതിൽ എന്തൊക്കെയാണ് എന്നാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഓഫീസിൽ പോയേക്കാണ്. അപ്പോൾ അവർ വന്നിട്ടായിരിക്കും മെയിൻലി നമ്മുടെ വീഡിയോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ചെറിയ സർപ്രൈസ് ഞാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബിൽഡിങ്ങിന് താഴത്ത് തന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒപ്പം തന്നെ റിയോൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് ഉദ്ദേശിച്ചത്. നേരത്തെ ഞങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് കോഡ് പ്ലാൻ ചെയ്ത് പോയി. ആ കളർ ഫോക്കസ് ചെയ്തത് കൊണ്ടിട്ട് അത് എടുക്കാൻ പറ്റില്ല. ഇക്കയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അവിടെ അങ്ങനെ കണ്ടിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചതായിരുന്നു. ഞാൻ ഓർത്ത് അത് എടുത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കാം, അങ്ങനെ ഒരു പ്ലാനിൽ നിൽക്കുകയാണ്. ഇവിടെ യാനിച്ച് നല്ല പ്രശ്നമാക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ യാൻകുട്ടനെ ഇവിടെ ഉണ്ട്, യാൻകുട്ടനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ യാനിക്കുത്തെ. സേ ഹായ് ഹായ് ഹായ്. അപ്പൊ ഓക്കെ, നമുക്കിനി വീഡിയോ കാണാം. ബൈ. ഗൈസ്, ഞാൻ സ്റ്റോറിലാണുള്ളത്. നല്ല അടിപൊളി പണി കിട്ടി ഗൈസ്. ഞാൻ ഓൾറെഡി കാർഡ് പേയ്മെൻറ്റ് ചെയ്തൊക്കെ അറിയും. അതിന് ഞാൻ ക്യാഷ് സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഓൾറെഡി നേരത്തേക്ക് അത് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കാനായിരുന്നു വന്നത്. അതിൻ്റെ പ്രൈസ് നല്ലോണം കൂടി. അന്ന് 40% ഓഫിലായിരുന്നു എന്ന് പറയുന്നു. സോ എൻ്റെ കയ്യിൽ കാർഡുണ്ട്, കാശായിട്ടില്ല. അപ്പം എനിക്കത് എടുക്കാൻ പറ്റൂല. സോ വേറെ ഡ്രസ്സ് നോക്കാം. ഞാനോ എന്ത് പറയുന്നേ? അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാവുന്ന പ്ലാനാക്കി. നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് അതായിരുന്നു ഗായ്സ്, ഡെനിമിൻ്റെ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി, ജ്യൂസൊക്കെ ഒഴിച്ചു, ഗിഫ്റ്റൊക്കെ സെറ്റാക്കി, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കയും കൂടെ വന്നാൽ മതി. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു സോ മച്ച്. പെട്ടെന്നുള്ള ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല തീരെ. ബർത്ത്ഡേക്ക് ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പം ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ രണ്ടുപേരും മ്യൂച്വലായിട്ട് എടുത്തുള്ള ഒരു തീരുമാനമായിരുന്നു സർപ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്ന്. പക്ഷെ ഇത് ഈ പറയും പോലെ സാധാരണ എനിക്ക് മെസ്സേജ് വരുന്നതാണ്. ആൾക്ക് ഞാൻ കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആളെന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് മെസ്സേജ് വരും. ഇന്ന് മെസ്സേജ് ഒന്നും വരാത്തതിൻ്റെ വല്ല ഞാൻ കരുതി അപ്പോൾ ആള് ക്യാഷ് കൊടുത്ത് സാധനം മേടിച്ചു. എനിവേ, we are going to cut the cake. ഇഷ്ടപ്പെട്ടാ? വൈറ്റ് ഇഷ്ടപ്പെടുന്നു. എനിക്ക് വൈറ്റ് ഫേവറേറ്റ് കളർ, അതാണ് ഞാൻ അത് തന്നെ വാങ്ങിയത്. Thank you for the cake, thank you for the surprise, thank you for everything. Love you. ഞങ്ങൾ ആമിനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രതീക്ഷിക്കാതെ ആൾ എനിക്ക് സർപ്രൈസ് തന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി ഒരു 1 വീക്ക് മുന്നേ ഞാനും കൊച്ചും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ആളിൽ എൻ്റെ അടുത്ത് ഒരു ഐറ്റം വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാൻ ആളറിയാതെ വാങ്ങിച്ച് കേക്കിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലസ് വേറൊരു ഗിഫ്റ്റും കൂടിയുണ്ട് കൊച്ചുവിൻ്റെ വക. ഈ 2 ഗിഫ്റ്റും ഞങ്ങൾ ഫുഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കൊടുത്തേൽപ്പിച്ചേക്കാണ്. അവിടുത്തെ മാനേജറിന് കൊടുത്തേൽപ്പിച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി അവരുടെ ടീം സെറ്റാക്കിക്കോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകണേ എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടീംസ് 2 പേരും എത്തിയിട്ടുണ്ട്. യെസ്, ഒരാളും കൂടെ ഉണ്ട്. കൊച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പൊന്നു. അപ്പൊ നമ്മള് ഇപ്പൊ നെക്സ്റ്റുള്ള ഫുഡ് ബുക്കിൽ വന്നേക്കാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. യെസ്, അപ്പം നമുക്ക് പോയി കഴിക്കാം. അപ്പം പൊന്നു നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് പൊന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? എക്സ്പെക്ട് ചെയ്തില്ല. മാംഗോ റോഡ് സർപ്രൈസ്. ഡയമണ്ടിന്റെ കമ്മല് ആമിനുവിന്. അത് പൊട്ടിക്ക് ഇക്കാക്കട വക. അത് നിനക്കൊരു ഗിഫ്റ്റും തരുന്നില്ലെന്നല്ലേ നീ പറയുന്ന? ആ പൊട്ടിച്ചോ, വലിച്ചോ. ചടാ. ഇഷ്ടപ്പെട്ടാ? എവിടെയാ നമ്മുടെ തൃശ്ശൂർ കടി? ഇതാണ് തൃശ്ശൂർ കടി. ഓ, ഒടുക്കത്തെ സ്പൈസി ആയി പോയി അല്ലേ? അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ ഫുഡിങ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ഇറങ്ങുകയാണ്. എങ്ങോട്ടാ പോണ അമ്മനു? അളിയാ, ഇനി എങ്ങോട്ടാ പോണ? ഇനി എങ്ങോട്ടാ പോണെന്നുള്ള തീരുമാനമായിട്ടില്ല. നമ്മള് തേരാപ്പാറ അടക്കാൻ പോവാ. പപ്പായും മോനും. ഇഷ്ടപ്പെട്ടാണ്. തുള്ളല്ലേ ആട്ടണ്ട. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കിസിസ് അൽത്തവാർ പോണ്ട് പാർക്കിലാണ്. ഇവിടെ പപ്പായും മോനും ഉണ്ട്, കൊച്ചുകൂടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ ആനിവേഴ്സറി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേനാ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ. ടാറ്റാ.